ഒരു കൂട്ടർക്ക് ഇതൊക്കെ ആകാം, അവരെവിടെയും പോയി അവരുടെ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഇറാനിൽ നിന്ന് വരുന്നത്. ഇറാനിൽ വലിയ പ്രതിഷേധമുണ്ട്. ഈ പറഞ്ഞ ഹിജാബിനെതിരെ സമരം ചെയ്തവരും അവരുടെ ഒത്തിരി ആൾക്കാർ മരിച്ച അവരുടെ കുടുംബങ്ങളൊക്കെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ക്ലബ് ഹൗസിൽ വലിയ ചാറ്റ് നടക്കുവാണ് വലിയ രീതിയിൽ. കാരണം അവരൊക്കെ ഞെട്ടിപ്പോയി ഈ സാധനം, ഈ വീഡിയോ ലീക്കായിട്ട് പുറത്തു വരികയും അലി ഖമൈനിയുടെ ഏറ്റവും അടുത്ത അഡ്വൈസറിൻ്റെ മകളുടെ കല്യാണം, അതിനകത്ത് പങ്കെടുത്ത വലിയൊരു ശതമാനം സ്ത്രീകൾക്ക് ഹിജാബില്ല. അപ്പൊ എന്തു കുന്തുവഴിമാരി പറയുന്നത്? ഇതിനകത്ത് ഏത് മതമാണ്? ഇതിനകത്ത് എന്ത് മതത്തിൻ്റെ ഇതൊന്നും അല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇത് മതം കൊണ്ടുവന്ന് ഒരു കൂട്ടർ വരുന്നത് ഇവരെ അടിച്ചമർത്തി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ പർപ്പസ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു കുന്തവും ഇല്ല. അതാണ് ഇറാനിൽ പ്രൂവ് ചെയ്തത്. ഇത് ലോകം മുഴുവനും വാച്ച് ചെയ്യുന്നത്. ഈ പറയുന്ന ആളെ സമഖാനി എന്ന് പറഞ്ഞ ആളാണ് അമേരിക്കയുമായിട്ട് ന്യൂക്ലിയർ ഡിസ്കഷന് വേണ്ടി 4-5 പ്രാവശ്യം പോയ അത്രമാത്രം സുപ്പീരിയർ ആയിട്ടുള്ള ഹൈലി പവർഫുൾ ആയിട്ടുള്ള ആളാണ്. ഞാൻ നേരത്തെ പറയുക ഭയങ്കര റിച്ചാണ്. ഇത് തന്നെയാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്നത്. അത് ലീക്കായി പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇറാനിയൻസിനും പിടികിട്ടി, ലോകത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്കും പിടികിട്ടിയത് ഇത് മുഴുവനും കള്ളത്തരവും കബളിപ്പീരുമാണ്. മതത്തിൻ്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്ന ചില ഗിമിക്സ് മാത്രമാണ്. അത് കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയും മനസ്സിലാക്കണം. എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ശരിക്കും, എന്താണ് ലോകത്ത് നടക്കുന്നത്, എന്താണ് സത്യസന്ധമായ വിലയിരുത്തലാണ് ഈ ഹിജാബുമായി ബന്ധപ്പെട്ടു, കേരളത്തിലെ ഹിജാബുമായി ബന്ധപ്പെട്ടു, അതേപോലെ ഇറാനിൽ ഈ നടക്കുന്ന സംഭവങ്ങളുടെ വസ്തുത നിങ്ങൾ അറിയണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് വല്ലാത്തൊരു മത തട്ടിപ്പ് മാത്രമാണ് നടക്കുന്നത്. ഇതിനകത്ത് മതം എന്ന് പറഞ്ഞ് ചുമ്മാ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുക, ഇല്ലാതെ യാതൊരു അർത്ഥവും ഇതിനകത്തില്ല.